പ്ലസ് ടു എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് നടത്തുന്നത്. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ചില മോഡൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് അവ എങ്ങനെ ആൻസർ ചെയ്യാമെന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഈ ചാപ്റ്ററുകളാണ്. ഇത് മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററുകളാണ്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. ഏതാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് തുടങ്ങാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡാഷ്. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് അഥവാ ഇൻഡിഫറൻസ് കർവ് സമീപനം ആരുടെ സംഭാവനയാണ്? ഹിക്സ്, മാർഷൽ, സാമുവൽസൺ, റോബിൻസ്. ഇതിൽ ഹിക്സ് ആണ് ഉത്തരം. JR ഹിക്സിന്റെ സംഭാവനയാണ് ഇൻഡിഫറൻസ് കർവ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ഈസ്. ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന വസ്തുക്കളെ എന്ത് പേരാണ് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണോ, കോംപ്ലിമെന്ററി ഗുഡാണോ, ഗിഫൻ ഗുഡാണോ, മറ്റു വസ്തുക്കളാണോ? ഇതിനകത്ത് കോംപ്ലിമെന്ററി ഗുഡാണ് ആൻസർ. കാരണം ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കോംപ്ലിമെന്ററി ഗുഡാണ്. ഉദാഹരണം കാർ ആൻഡ് പെട്രോൾ, അല്ലെ? കാറും പെട്രോളും ഒരുമിച്ചാണല്ലോ ഉപയോഗിക്കുക. അതുപോലെ പെൻ ആൻഡ് ഇങ്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന നന്നാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെയും കോംപ്ലിമെന്ററി ഗുഡിൻ്റെയും കുറേ ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിൽ വേണം. ഇങ്ങനെ ഉദാഹരണങ്ങൾ തന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണോ കോംപ്ലിമെന്ററി ഗുഡാണോ എന്ന് വേർതിരിക്കാൻ വേണ്ടി വേറെ ചോദ്യങ്ങൾ 2-3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യമാണ് P1x1 plus P2x2 is less than or equal to m. P1x1 plus P2x2 is less than or equal to m എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ്? അത് ബഡ്ജറ്റ് സെറ്റിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ്. വേറെയും കുറേ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈന്, ബഡ്ജറ്റ് ഷിഫ്റ്റ് ഓഫ് ദി ബഡ്ജറ്റ്. ഇതൊന്നുമല്ല, ബഡ്ജറ്റ് സെറ്റിന് അഥവാ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ്. ഇനി ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതാണ്? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു m. ഇതാണ് ബഡ്ജറ്റ് ലൈനിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ. ബഡ്ജറ്റ് സെറ്റിനെ സൂചിപ്പിക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്നാണ് പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് X ഇൻക്രീസസ് വിത്ത് എ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് Y, ദീസ് ഗുഡ്സ് ആർ. ഗുഡ് വൈയുടെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗുഡ് എക്സിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇത് ഏത് ഗുഡിനെ സൂചിപ്പിക്കുന്നതാണ്? അഥവാ ഈ സ്വഭാവം ഏത് ഗുഡുമായി ബന്ധപ്പെട്ടതാണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് ആണോ, ഇൻഫീരിയർ ഗുഡ്സ് ആണോ, നോർമൽ ഗുഡ്സ് ആണോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണോ? ഉത്തരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ്. കാരണം ഇവിടെ ഒരു ഗുഡിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡ് കൂടും. ഒരുമിച്ച് പരസ്പരം പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണല്ലോ അവ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ടീയുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡ് കൂടും. ഇതാണ് ഈ ആശയമാണ് ഇവിടെ വന്നത്, അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ് ഇതിന്റെ ആൻസർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഡിമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘടകം അഥവാ ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അല്ലേ? വില, അതുപോലെ മറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില, വരുമാനം, അതുപോലെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഇതൊക്കെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൈസ് ആണ്. ആൻസർ എ, പ്രൈസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബി. ടോട്ടൽ യൂട്ടിലിറ്റി പരമാവധിയാകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയുടെ അവസ്ഥ എന്താവും? ആൻസർ എ 0, അതുപോലെ ബി 1, സി ആൻസർ 2, ഡി -1. ഇതിനകത്ത് ഉത്തരം എ ആണ്, 0. മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി പരമാവധി എത്തുമ്പോൾ. ടോട്ടൽ യൂട്ടിലിറ്റി പരമാവധി എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും. റൈറ്റ് ദ എക്കണോമിക് ടേം ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഔട്ട്പുട്ടിലെ മാറ്റത്തെ ഇൻപുട്ടിലെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആ സംഗതിക്ക് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, ഇതിനകത്ത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. മാറ്റത്തെ മാറ്റം കൊണ്ട് ഹരിക്കുന്നതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അതാണ് ആൻസർ, മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ആ ഇക്വേഷൻ ഓർക്കുന്നുണ്ടാവും. MP is equal to ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇൻപുട്ട് ആണെന്ന്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് ഈസ് 0 വെൻ ദ ഔട്ട്പുട്ട് ഈസ് 0. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ 0 ആകുന്ന കോസ്റ്റ് ഏതാണ്? അല്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ 0 ആകുന്ന ചെലവ് ഏതാണ്? TFC, TC, TVC, നൺ ഓഫ് ദീസ്. നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ കേട്ടല്ലോ. ഇതിനകത്ത് നമുക്കറിയാം
ഔട്ട്പുട്ട് പൂജ്യമാകുന്ന കോസ്റ്റാണ് ടി വി സി. ഔട്ട്പുട്ട് പൂജ്യമാകുമ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്ന കോസ്റ്റുകളാണ് ടി എഫ് സിയും ടി സിയും. അപ്പൊ ടി സിയും ടി എഫ് സിയും ഔട്ട്പുട്ട് പൂജ്യമായാലും ഉണ്ടാവും അവിടെ. അതേസമയം ടി വി സി എന്തുണ്ടാവില്ല, ഔട്ട്പുട്ട് 0 ആയാൽ ടി വി സിയും 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഷേപ്പ് ഓഫ് എ എഫ് സി കർവ് ഈസ്. എ എഫ് സി കർവിന്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പ്, ഇൻവെർട്ടഡ് യു ഷേപ്പ്, ഹൊറിസോണ്ടൽ, റെക്ടാങ്കുലർ ഹൈപ്പർബോള. അല്ലേ, നമ്മൾ എ എഫ് സി കർവിന്റെ സവിശേഷമായ ഒരു ഷേപ്പിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതിന്റെ പേരാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതുപോലെ അതേസമയം എ സി കർവും എം സി കർവും എ വി സി കർവും ഒക്കെ യു ഷേപ്പിലാണ്. ടി എഫ് സി കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇത് എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. മിസ്റ്റർ രവി വാണ്ട്സ് ടു പർച്ചേസ് പെൻ ആൻഡ് പെൻസിൽ. രവി എന്ന വ്യക്തിക്ക് പേനയും പെൻസിലും വാങ്ങിക്കണം. ഹിസ് ഇൻകം ഈസ് ₹12. അയാളുടെ വരുമാനം 12 രൂപയാണ്. അയാളുടെ ഇൻകം 12 രൂപയാണ്, അഥവാ ബഡ്ജറ്റ് 12 രൂപയാണ്. പ്രൈസ് ഓഫ് ദ പെൻ ഈസ് ₹4. പേനയുടെ വില അഥവാ ഗുഡ് 1ന്റെ വില 4 രൂപയാണ്. ആൻഡ് പ്രൈസ് ഓഫ് പെൻസിൽ ഓർ ഗുഡ് 2 ഈസ് ₹2. പെൻസിലിന്റെ വില അത് 2 രൂപയാണ്, അഥവാ ഗുഡ് 2ന്റെ വില 2 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയ കാര്യം ഇതാണ്. പേനയുടെ വില അഥവാ P1 4 രൂപ, പെൻസിലിന്റെ വില അഥവാ P2 2 രൂപ, ബഡ്ജറ്റ് കൺസ്യൂമറുടെ ബഡ്ജറ്റ് അഥവാ എം = 12. ഇതാണ് കിട്ടിയത്. ഇനി ചോദ്യങ്ങൾ ഇതാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണുക. ഫൈൻഡ് ദ കൺസംഷൻ ബണ്ടിൽസ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൽ വരുന്ന കൺസംഷൻ ബണ്ടിൽ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഇഫ് ദ ഇൻകം ഇൻക്രീസസ് ടു ₹16, കൺസ്യൂമറുടെ വരുമാനം അഥവാ ഇൻകം അല്ലെങ്കിൽ ബഡ്ജറ്റ് 16ലേക്ക് ഉയരുകയാണെങ്കിൽ എന്താണ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം? അടുത്തത്, ഇഫ് ദ P1 ഡിക്രീസ്ഡ് ടു ₹2, ഗുഡ് 1ന്റെ വില 2 രൂപയിലേക്ക് കുറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ബഡ്ജറ്റ് ലൈൻ? എന്താണ് ബഡ്ജറ്റ് ലൈനിലെ ചേഞ്ച്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്, ഇതിന് ചെയ്യേണ്ടത്. ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണുക. നമുക്കറിയാം ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ P1 x1 + P2 x2 = M. ഈ ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആണ് കൊടുത്തു അല്ലേ. P1ന് പകരം 4 എന്ന് കൊടുത്തു, P2ന് പകരം 2 എന്ന് കൊടുത്തു, എമ്മിന് പകരം 12 എന്ന് കൊടുത്തു. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടാം? 4x1 + 2x2 = 12. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇനി നോക്കുന്നത്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ, നമുക്ക് ബഡ്ജറ്റ് ലൈനിലുള്ള കൺസംഷൻ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ബഡ്ജറ്റ് ലൈനിലെ കൺസംഷൻ ബണ്ടിൽസ് കാണാൻ നമുക്ക് ബഡ്ജറ്റ് ലൈനിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് നോക്കാം അല്ലേ. ബഡ്ജറ്റ് ലൈനിൻ്റെ 2 ഇക്വേഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഇക്വേഷനാണ് x2 = M/P2 - P1/P2 × 1. ഇതാണ് ശരിക്ക് ബഡ്ജറ്റ് ലൈനിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അതിൽ ഈ തന്നിരിക്കുന്ന വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് കൺസംഷൻ ബണ്ടിൽ കിട്ടും. നോക്കൂ, x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെങ്കിൽ x2 അല്ലേ, ഈ ഇക്വേഷനിലേക്ക് വാല്യൂ അപ്ലൈ ചെയ്യുക. M/P2 എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിനെ P2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. ബഡ്ജറ്റ് 12, അതുപോലെ തന്നെ P2 2, അപ്പോൾ അവിടെ 6 വരിക അല്ലേ. അതുപോലെ -P1/P2 അല്ലേ, -P1/P2 എന്നുള്ളത് നമുക്ക് 2 കിട്ടുക അല്ലേ, × x1. സോ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഓരോ വാല്യൂസും കൊണ്ടുവന്നാൽ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന രൂപത്തിലുള്ള ഒരു കൺസംഷൻ ബണ്ടിൽ കിട്ടും അല്ലേ. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ സിയിലേക്ക് വരാം. ബഡ്ജറ്റ് ലൈന് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെന്തൊക്കെ കാണണം? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണണം അല്ലേ. അപ്പോൾ ആദ്യം കാണേണ്ടത് അതാണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണാൻ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും മിക്കവാറും ചോദ്യപേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണണം, അഥവാ M/P1 കാണണം. M/P1, ഇപ്പോൾ M/P1 കണ്ടു, അത് 3 ആണ്. പിന്നെ രണ്ടാമത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണണം, M/P2. M/P2 കണ്ടു, അത് 6 ആണ്. സോ അത് നമ്മൾ x അക്ഷത്തിലും y അക്ഷത്തിലും രേഖപ്പെടുത്തി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് y അക്ഷത്തിലും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് x അക്ഷത്തിലും രേഖപ്പെടുത്തി. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു, അതാണ് ബഡ്ജറ്റ് ലൈൻ. സോ ആ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ട ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി 4x1 + 2x2 = 12. ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഡി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വരുമാനം 16 വർദ്ധിച്ചാൽ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഇതാണ് പറയേണ്ടത്. ഇവിടെ വരുമാനം നേരത്തെ 12 ആയിരുന്നു,
അഥവാ കൺസ്യൂമറുടെ ബഡ്ജറ്റ് 12 ഇപ്പോൾ അത് 16 വർദ്ധിച്ചു. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക എന്ന് നോക്കാം. അവർ പുതിയ ബഡ്ജറ്റ് ലൈൻ വരും. പുതിയ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, പുതിയ കൺസ്യൂമറുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ബഡ്ജറ്റ് ലൈൻ വരും. സോ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? 4x1 + 2x2 = 16. നേരത്തെ അത് 12 ആയിരുന്നു, ഇപ്പോൾ എന്തായി? 16 ആയി. അപ്പോൾ പുതിയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കാണണം. അപ്പോൾ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടിട്ട്, പുതിയ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ലൈനും കൂടി വരയ്ക്കുക. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ബ്ലൂ കളറിലൊരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അത് പുതിയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള 8നെയും പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള 4നെയും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ്. സോ ഇവിടെ എന്താ സംഭവിച്ചത്? കൺസ്യൂമറുടെ ബജറ്റ് വർദ്ധിച്ചു, അതുപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഒരുപോലെ വർദ്ധിച്ചു. ബജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇയിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ഗുഡ് വണ്ണിൻ്റെ വില അഥവാ P1 2 കുറയുമ്പോൾ, 2 മാറുമ്പോൾ എന്താണ് ബഡ്ജറ്റ് ലൈനിന് സംഭവിക്കുന്നത്? ഗുഡ് വണ്ണിൻ്റെ വില അത് എത്രയായിരുന്നു? 4 അതിപ്പോൾ 2 ചുരുങ്ങുമ്പോൾ എന്താണ് ബഡ്ജറ്റ് ലൈനിന് സംഭവിക്കുന്നത് നോക്കാം അല്ലേ? ഗുഡ് വണ്ണിൻ്റെ വില മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് ഗുഡ് 2ൻ്റെ വിലയിലോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലോ മാറ്റമില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ മാത്രം ഒരു ചേഞ്ച് വരും. അത് ഗുഡ് വണ്ണിൻ്റെ വില മാത്രമല്ലേ മാറുന്നുള്ളൂ. അപ്പോൾ പുതിയ വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണണം. M/P1 പുതിയത് കാണും. കാരണം എന്താ? P1ൻ്റെ വില മാറിയില്ലേ? അപ്പോൾ ബജറ്റിലെ ബജറ്റ് എത്രയാണ്? 12 തന്നെ. അതിൽ പഴയ ബജറ്റിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വില മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ വില എത്രയാണ്? P1 എത്രയാണ്? 2 ആണ്. അപ്പോൾ M/P1 അത് 12/2 എത്രയാണ്? 6. സോ M/P1 പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടി, അതിനെ ആസ്പദമാക്കിയിട്ട് പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നു. അതാണ് ഇതിലെ മാറ്റം എന്ന് പറയുന്നത്. പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം എന്താണ് ചേഞ്ച് വന്നതെന്ന് അല്ലേ? ഗുഡ് വണ്ണിൻ്റെ വില മാത്രം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വർദ്ധിച്ചു, ബഡ്ജറ്റ് ലൈന് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ ചേഞ്ച് ഒന്നുമില്ല, സ്ലോപ്പിൽ മാറ്റമുണ്ട് അല്ലേ? ബഡ്ജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ ചേഞ്ച് ഒന്നുമില്ലാതെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ, ഇൻക്രീസ് ചെയ്തുള്ളൂ. 2019 മാർച്ച് എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ആൻസർ ചെയ്ത പോലെ ഏകദേശം അതേ രൂപത്തിലുള്ള ഒരു ചോദ്യമാണ്. 8 മാർക്കിന് ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ചോദ്യം മാത്രം ഒന്ന് നോക്കാം. മിസ്സസ് സുധ വാണ്ട്സ് ടു കൺസ്യൂം ആപ്പിൾ ആൻഡ് ഓറഞ്ചസ്. സുധ എന്ന ലേഡിക്ക് ആപ്പിളും ഓറഞ്ചും കൺസ്യൂം ചെയ്യണം. ഹർ ഇൻകം ഈസ് 400. അവളുടെ വരുമാനം 400 രൂപയാണ്. ദ പ്രൈസ് ഓഫ് ആപ്പിൾ ഓർ ഗുഡ് വൺ ഈസ് 80 അല്ലേ? ഒരു കിലോ ആപ്പിളിൻ്റെ വില 80 രൂപയാണ്. ആൻഡ് ദ പ്രൈസ് ഓഫ് ഓറഞ്ച് ഈസ് 50 per kg അല്ലേ? ഓറഞ്ചിൻ്റെ വില ഒരു കിലോക്ക് 50 രൂപയാണ്. ഈ ഡാറ്റയുടെ ബേസിസിൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം അല്ലേ? അപ്പോൾ ഇവിടെ P1 എത്രയാണ്? 80 രൂപ. P2 എത്രയാണ്? 50 രൂപ. M എത്രയാണ്? 400 രൂപ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യണം. നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതണം. അതുപോലെ ഹൗ മച്ച് kg ഓഫ് ആപ്പിൾ ദാറ്റ് മിസ് സുധ ക്യാൻ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ് ഹോൾ ഇൻകം ഓൺ ദാറ്റ് ഗുഡ് വിൽ ഓൺ അല്ലേ? പിന്നെ അതിൻ്റെ മുഴുവൻ പൈസയും, സുധയുടെ കയ്യിലുള്ള മുഴുവൻ തുകയും ആപ്പിൾ മാത്രം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കിലോ ആപ്പിൾ വാങ്ങിക്കാൻ കഴിയും? അവിടെ നിങ്ങൾ M/P1 അഥവാ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടും. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ? ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാനാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തില്ല. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, -P1/P2. സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഈക്വൽ ടു -P1/P2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ അത് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻ ദ സെയിം ഗ്രാഫ് ഇഫ് ഹർ ഇൻകം ഫാൾസ് ടു 200 അല്ലേ? 200 രൂപയായിട്ട് അവരുടെ വരുമാനം നിലവിൽ 400 രൂപയാണല്ലോ, അത് 200 രൂപയായിട്ട് കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കുന്നു? ഈ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അടുത്ത F ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് ലൈൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾ റൈസസ് ടു 100 അല്ലേ? ആപ്പിളിൻ്റെ വില 100ലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ മറ്റൊരു രൂപമാണ്. ഏകദേശം നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഫോർമാറ്റിൽ നിങ്ങൾ പൂർത്തിയായിട്ട് ചെയ്ത 8 മാർക്ക് വളരെ ചുരുങ്ങിയ എഫേർട്ട് കൊണ്ട് നമുക്ക് നേടിയെടുക്കാനാവും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക.
ക്വസ്റ്റ്യൻ എ, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ് MRS ബിറ്റ്വീൻ ടു ഇൻപുട്സ്. ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവ് എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ് കാണിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺകേവ് ടു ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് കോൺകേവ് ആകൃതിയിലുള്ളതാണ്. ക്വസ്റ്റ്യൻ എ, അത് ശരിയാണോ? സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഷോസ് MRS ബിറ്റ്വീൻ ടു ഇൻപുട്സ്. രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവ്? ശരിയല്ല. ഇൻപുട്ടുകളല്ല അവിടെ വേണ്ടത്, ഗുഡ്സ് ആണ്. MRS ബിറ്റ്വീൻ ടു ഗുഡ്സ് ആണ്, അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ ഇൻപുട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് ശരിയാണ്. ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തിയെ നൽകുന്നു, പ്രതിദാനം ചെയ്യുന്നു. സി, ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺകേവ് ടു ഒറിജിൻ. ഇൻഡിഫറൻസ് കർവുകൾ കോൺകേവ് ആകൃതിയിലുള്ളതാണ്. ശരിയാണ്, അതും ശരിയാണ്. ഇതൊക്കെ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് കൂടിയാണ്. ഇപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് സവിശേഷതകൾ, അത് കോൺകേവ് ആകൃതിയിലുള്ളതാണ്. അതുപോലെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു, ഉയർന്ന ഇൻഡിഫറൻസ് കർവ് ഉയർന്ന സംതൃപ്തി നൽകുന്നു. അതുപോലെ ഈ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. അതിന്റെ മറ്റൊരു രീതിയിലുള്ള ചോദ്യമായിട്ടാണ് ഈ ചോദിച്ചിട്ടുള്ളത്, ട്രൂ ഓർ ഫാൾസ് ആയിട്ട്. ഇതിന്റെ മൂന്നും ശരിയായാൽ 3 മാർക്കാണ് ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ഒന്ന് പരിഗണിക്കുക. വൈ ഈസ് പോയിന്റ് ഇൻ ദ ഫിഗർ കൺസിഡേർഡ് ആസ് കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം? എന്തുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിലെ ചിത്രത്തിലെ ഇ എന്ന പോയിന്റ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയമായിട്ട് പരിഗണിക്കുന്നു, അഥവാ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ പരിഗണിക്കുന്നു? ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇ എന്ന പോയിന്റ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയായിട്ട് പരിഗണിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഫോക്കസ് ഏരിയ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇ എന്ന പോയിന്റ് ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ച് അതിനുള്ള കണ്ടന്റ് വന്നാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെ ഇവിടെ വരണം. 5 മാർക്കാണ് നൽകുന്നത്. അതിനകത്ത് ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവും ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവും ഒരേപോലെയാകുന്നു, സെയിം ആകുന്ന പോയിന്റാണ് ഈ എന്ന പോയിന്റ്. അതുകൊണ്ടൊക്കെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയമായി വരുന്നത് എന്നുള്ള രൂപത്തിലുള്ള പോയിന്റ്സ് ഒക്കെ അതിനകത്ത് വരണം. ഇവിടെ ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവും ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവും, അഥവാ രണ്ടിന്റെയും സ്ലോപ്പ് സമാനമാണ്, സെയിം ആണ്. അഥവാ അതിന്റെ ഇക്വേഷൻ രൂപത്തിൽ പറയുമ്പോൾ MRS XY -P1/P2 എന്നൊക്കെ അതിനകത്ത് വരണം. ഇത്രയും കണ്ടന്റ് ഒക്കെ അതിനകത്ത് വരണം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വളരെ ഡെപ്തിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുകയുള്ളൂ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണിത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 8 മാർക്കാണ് ഇതിന് നൽകിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ AB. എയും ബിയും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. AB എന്നുള്ളത് ഏത് രേഖയാണ് സൂചിപ്പിക്കുന്നത്? ബഡ്ജറ്റ് ലൈനിനെയാണ് സൂചിപ്പിക്കുന്നത്. AB, ചിത്രത്തിലെ AB എന്നുള്ള രേഖ. പിന്നെ പോയിന്റ് ഇ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു പോയതുള്ളൂ. പോയിന്റ് ഇ ആണ് ഇക്വിലിബ്രിയം, അഥവാ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അഥവാ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്, ഇലാബറേറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയണം. അതാണ് ബി ക്വസ്റ്റ്യൻ. ഇൻഡിഫറൻസ് കർവിന്റെ സവിശേഷതകൾ നമുക്ക് നേരത്തെ പറഞ്ഞതല്ലേ. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആകൃതിയിലുള്ളതാണ്. ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തി നൽകുന്നു. അതുമാത്രമല്ല, ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെ അതിനകത്ത് വരണം. പിന്നീട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സി. പോയിന്റ് സി ഇസ് നോട്ട് ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് ദി കൺസ്യൂമർ. ഡു യു അഗ്രി? എക്സ്പ്ലെയിൻ. പോയിന്റ് സി കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം അല്ല. ഈ ചിത്രത്തിൽ പോയിന്റ് സി കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം അല്ല, പോയിന്റ് ഇ ആണല്ലോ. സോ എന്തുകൊണ്ട് സി കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ആയില്ല? അതൊന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ പോയിന്റ് സി എന്തുകൊണ്ട് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവും സെയിം അല്ല, ഈക്വൽ അല്ല, അല്ലേ? ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവും ഇൻഡിഫറൻസ് കർവിന്റെ ചെരിവും ഈക്വൽ ആകുന്ന പൊസിഷനിലാണ് ഇക്വിലിബ്രിയം വരുന്നത്. അപ്പം അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സി എന്ന പോയിന്റിൽ എന്തല്ല, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വരില്ല. ഇനി ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രിപ്പയർ എ ഡിമാൻഡ് ഷെഡ്യൂൾ ഇഫ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് D of P is equal to 20 - 2P. അതായത് 20 - 2P എന്നതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എങ്കിൽ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഇത് പ്രൈസസ് ആർ 2, 4, 6, 8. പ്രൈസ് 2, 4, 6, 8 എന്നിങ്ങനെയാണ്. പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസിന്റെ കോളവും ഡിമാൻഡിന്റെ കോളം വരക്കണം. ഡിമാൻഡ് നിയമത്തെ പ്രതിപാദിക്കുന്ന ഒരു പട്ടികയാണല്ലോ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രൈസിന്റെ കോളം വേണം, ഡിമാൻഡിന്റെ കോളം വേണം.
അപ്പോൾ പ്രൈസിൻ്റെ കോളത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. താഴെ അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. പ്രൈസ് 2, 4, 6, 8 എന്നിങ്ങനെയാണ്. ഡിമാൻഡിൻ്റെ കോളത്തിൽ നമുക്ക് ഡിമാൻഡിന് പകരം ഇക്വേഷനാണ് തന്നുള്ളത് 20 - 2p. അപ്പോൾ ഈ പിയുടെ സ്ഥാനത്ത് കൺസേൺഡ് ആയിട്ടുള്ള പ്രൈസുകൾ റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഡിമാൻഡ് കിട്ടും അല്ലേ. ഇപ്പോൾ 20 - 2p എന്നുള്ള സ്ഥാനത്ത് പ്രൈസ് 2 ആണെങ്കിൽ 20 - 2 × p എന്നതിനെ ഒഴിവാക്കിയിട്ട് 2 ചേർത്ത് കൊടുക്കുക. പ്രൈസ് 4 ആണെങ്കിൽ 2 × 4 ആയി. പ്രൈസ് 6 ആണെങ്കിൽ 2 × 6 ആയി. പ്രൈസ് 8 ആണെങ്കിൽ 2 × 8 ആയി. സോ നമുക്കത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഡിമാൻഡ്. ഇപ്പം നമുക്ക് കിട്ടി, ഡിമാൻഡും പ്രൈസും കിട്ടി. ഡിമാൻഡും പ്രൈസും കൂടിയും കൂടിയതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഉപക്വസ്റ്റനായിട്ട് ഇങ്ങനെയും വരാം. ഒരു ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിമാൻഡ് കർവും വരക്കാം. ഡിമാൻഡ് കർവ് വരയ്ക്കണമെങ്കിൽ എക്സ് അക്ഷം വൈ അക്ഷം വേണം. എക്സ് അക്ഷത്തിൽ ഡിമാൻഡ് വേണം, വൈ അക്ഷത്തിൽ പ്രൈസ് കാണിക്കണം അല്ലേ. അപ്പോൾ ഈ ഡിമാൻഡ് ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്ന വാല്യൂസ് പ്രൈസ് വൈ അക്ഷത്തിലും ഡിമാൻഡ് എക്സ് അക്ഷത്തിലും കൊടുത്തുകൊണ്ട് ഒരു ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് ഡിമാൻഡ് കർവ് ലഭിക്കും അല്ലേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഷെഡ്യൂളാണ്. കംപ്ലീറ്റ് ദ ഷെഡ്യൂൾ ഗിവൺ ബിലോ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കണം. അതിന് 2 സംഗതികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ലേബർ അഥവാ ഇൻപുട്ട്, രണ്ടാമത്തത് ടോട്ടൽ പ്രൊഡക്റ്റ് അഥവാ TP. ഇത് രണ്ടും തന്നിട്ടുണ്ട്. കാണേണ്ടത് മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റുമാണ്. എങ്ങനെ നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റ് കാണാം? മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് MP = ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻപുട്ട്, അല്ലെങ്കിൽ ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. എക്സ് ആണ് നമ്മൾ ഇൻപുട്ടിനെ സൂചിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. ഇനി മറ്റൊരു ഇക്വേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ MP = മാർജിനൽ പ്രൊഡക്റ്റ് TPX - TPX - 1. TPX - 1 നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് TPX എന്നും എന്താണ് TPX - 1 എന്നും. TPX എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞെടുക്കുന്ന TPX - 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള TP. ഇത് രണ്ടും പരസ്പരം, അഥവാ TPXൽ നിന്നും TPX - 1 ഏറ്റവും അവസാനം പറഞ്ഞ TPയിൽ നിന്നും തൊട്ട് മുമ്പത്തെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രൊഡക്റ്റ് കിട്ടും. ഇത് പ്രകാരം നമ്മൾ നേരത്തെ അഥവാ രണ്ടാമതായിട്ട് ചെയ്ത ഭാഗത്ത് നല്ല ഒരു പ്രോബ്ലം എടുത്ത് സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാനാവും. രണ്ടാമത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുക. ആവറേജ് പ്രൊഡക്റ്റ് കാണണമെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിനെ ഇൻപുട്ടിന്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. അഥവാ AP = TP / X. ഇവിടെ X ആയിട്ട് പരിഗണിക്കുന്ന ലേബർ ആണ്. നമുക്ക് L എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് AP കിട്ടും. തീർച്ചയായും ഈ 2 കോളവും നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. 2 ഷോർട്ടൺ പ്രോഡക്റ്റ് കർവ്സ് ഓഫ് എ ഫേം ആർ ഗിവൺ ബിലോ. ഒരു സ്ഥാപനത്തിന്റെ 2 പ്രോഡക്റ്റ് കർവ് ഇവിടെ തന്നിട്ടുണ്ട്. ആ കർവുകൾക്ക് നമ്പർ ഇട്ടുണ്ട് 1, 2 അല്ലേ. ഇനി ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ A, നെയിം ദ കർവ് 1 ആൻഡ് കർവ് 2 ഇൻ ദ ഡയഗ്രാം. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കർവ് 1ന്റെയും കർവ് 2ന്റെയും പേര് പറയുക. ക്വസ്റ്റ്യൻ B, റൈറ്റ് എനി വൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 2 കർവ്സ്. ഈ 2 കർവുകളും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുക. അപ്പോൾ നമുക്ക് ഈ 2 കർവ് കണ്ടാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പാഠം പഠിച്ചിടത്ത് അല്ലെങ്കിൽ ആ ഏരിയ പഠിച്ചിടത്ത് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ കർവ് ഏതാണെന്നുള്ളത്. ഇതേതായിരിക്കും? കർവ് 1 മാർജിനൽ പ്രൊഡക്റ്റ്, കർവ് 2 ആവറേജ് പ്രൊഡക്റ്റ്. അപ്പോൾ AP യും MP യുമാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഒന്നാമത്തത് MP കർവ്, രണ്ടാമത്തത് AP കർവ്. B ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ റൈറ്റ് എനി വൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 2 കർവ്സ്. ഈ കർവുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുക. നമ്മൾ ഈ ചോദ്യം 2 മാർക്കിനുള്ളതാണ്, അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മതിയാവും. പക്ഷെ നമ്മൾ 3 എണ്ണം വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പഠിച്ചിരിക്കുന്നത്? വെൻ AP ഇൻക്രീസസ് MP വിൽ ബി ഗ്രേറ്റർ ദാൻ AP. AP വർദ്ധിക്കുമ്പോൾ AP യേക്കാൾ കൂടുതലായിരിക്കും. വെൻ AP റീച്ചസ് മാക്സിമം MP വിൽ ബി ഈക്വൽ. MP ആൻഡ് AP വിൽ ബി ഈക്വൽ. അഥവാ AP പരമാവധി എത്തുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. വെൻ AP ഡിക്രീസസ്, ആവറേജ് പ്രൊഡക്റ്റ് കുറയുമ്പോൾ MP വിൽ ബി ലെസ് ദാൻ AP.
MP, AP കുറവായിരിക്കും. ഇതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഒബ്സർവ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് നിരീക്ഷിക്കുക. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദ ലോ ബിഹൈൻഡ് ദ ഡയഗ്രാം. ഈ ചിത്രത്തിന് പിന്നിലുള്ള നിയമം എന്താണ്? ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഇത് ചിത്രത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ വ്യക്തമാണ്. ആവശ്യത്തിൽ കൂടുതൽ അതിനകത്ത് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള നിയമം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇറ്റ് ഈസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ആ നിയമം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കൂടി ചെയ്താലാണ് നമുക്ക് ഇതിന് പരമാവധി മാർക്ക് കിട്ടുക. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് പറയണം. ഇതിന്റെ 3 സ്റ്റേജുകൾ പറയണം. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ, വെൻ വി യൂസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. അല്ലേ? വേരിയബിൾ ഇൻപുട്ടിന്റെ അളവ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം വർദ്ധിക്കും, പിന്നെ കുറയും. അതിന് 3 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് ഇൻക്രീസ് റിട്ടേൺ ടു ഫാക്ടർ, രണ്ടാമത്തത് ഡിമിനിഷൻ റിട്ടേൺ ടു ഫാക്ടർ, മൂന്നാമത്തത് നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടർ. ഇങ്ങനെ 3 സ്റ്റേജുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യത്തിൽ, ഒബ്സർവ് ദ 2 സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന 2 സിറ്റുവേഷൻസ് ഒന്ന് നിരീക്ഷിക്കണം നിങ്ങൾ. സിറ്റുവേഷൻ 1, ഒന്നാമത്തെ സിറ്റുവേഷൻ, സം ഇൻപുട്സ് ആർ ഫിക്സ്ഡ്, സം ഇൻപുട്സ് ആർ വേരിയബിൾ. ചില ഇൻപുട്ടുകൾ ഫിക്സ്ഡ് ആണ്, ചില ഇൻപുട്ടുകൾ വേരിയബിൾ ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ, എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആണ്. ഇങ്ങനെ 2 സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ചില ഇൻപുട്ടുകൾ ഫിക്സ്ഡും ചില ഇൻപുട്ടുകൾ വേരിയബിളും ആണ്. രണ്ടാമത്തെ സിറ്റുവേഷനോ, ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. ഇനി അതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ ടൈം പീരിയഡ് മെൻഷൻഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ. ഈ 2 സിറ്റുവേഷനിലും പരാമർശിക്കുന്ന സമയം അല്ലെങ്കിൽ ടൈം പീരിയഡ്, ടൈം സ്പാൻ ഏതാണ്? അറിയാം, ഷോർട്ട് പീരിയഡിലാണ്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഷോർട്ട് പീരിയഡിലാണ് പറയുന്നത്. കാരണം ഷോർട്ട് പീരിയഡിലാണ് ചില ഇൻപുട്ടുകൾ ഫിക്സഡ് ആയിട്ട് നിൽക്കും, ചില ഇൻപുട്ടുകൾ വേരിയബിൾ ആയിട്ട് നിൽക്കും. വേരിയബിൾ ഇൻപുട്ടെന്നും ഫിക്സഡ് ഇൻപുട്ടെന്നുമുള്ള വേർതിരിവുള്ളത് ഷോർട്ട് പീരിയഡിൽ മാത്രമാണ്. രണ്ടാമത്തത്, ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. അല്ലേ? എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആയിട്ടിരിക്കുന്ന സമയം ഏതാണ്? അത് ലോങ് പീരിയഡ് ആണ്. അല്ലേ? അപ്പോൾ എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആയിട്ടുള്ള സമയം ലോങ് പീരിയഡും, ചില ഇൻപുട്ടുകൾ ഫിക്സഡും ചില ഇൻപുട്ടുകൾ വേരിയബിൾ ആകുന്നത് ഷോർട്ട് പീരിയഡുമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ബൈ ദ നെയിം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ സിറ്റുവേഷൻ ഐ നോൺ. അല്ലെ? ഈ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? അല്ലെ? ഒന്നാമത്തെ സിറ്റുവേഷൻ അനുസരിച്ച പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിന് മറ്റൊരു പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. രണ്ടാമത്തെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതാണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് റിട്ടേൺസ് ടു എ സ്കെയിൽ. റിട്ടേൺ ടു സ്കെയിൽ എന്നുള്ള നിയമമാണ് രണ്ടാമത്തത്. അത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇനി ഈ ചോദ്യത്തോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം, വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും വേർതിരിക്കണം. ഈ തന്നിരിക്കുന്ന ഐറ്റംസ് 2 ഹെഡിങ് കീഴിൽ കൊണ്ടുവരിക. ഒന്നാമത്തെ ഹെഡിങ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, രണ്ടാമത്തത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിനകത്ത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഏതിലാണ് വരുന്നത്? നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. റിട്ടേൺ ടു സ്കെയിൽ അത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഓൾ ഇൻപുട്ട് ആർ വേരിയബിൾ ഏതാണ്? അത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്. സം ഇൻപുട്സ് കെപ്റ്റ് കോൺസ്റ്റന്റ്, ചില ഇൻപുട്ടുകൾ മാത്രം മാറ്റമില്ലാതെ തുടരുന്നു. അതേതാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. വേരിയബിൾ പ്രൊപ്പോർഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. ഫാക്ടേഴ്സ് ആർ ചേഞ്ചിങ് പ്രൊപ്പോർഷനലി, ആനുപാതികമായി ഘടകങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് ഏതിലാണ്? റിട്ടേൺ ടു സ്കെയിലാണ്. അല്ലെ? പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ് അവിടെ പറയുന്നത്. പ്രൊപ്പോർഷണലായിട്ട് എല്ലാ ഇൻപുട്ടുകളും മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണൽ ചേഞ്ച്, ആനുപാതികമായി ചേഞ്ച് നടക്കുന്നത് റിട്ടേൺ ടു സ്കെയിലാണ്. ലോ ഓഫ് ഡിമിനിഷൻ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നതിന്റെ മറ്റൊരു രൂപമാണ്. അത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ഹെഡിങ് എഴുതിയിട്ട് അതിന് കീഴിൽ കൊണ്ടുവരണം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് എഴുതുക, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുക. എന്നിട്ട് ഓരോ ഹെഡിങ്ങിന്റെ കീഴിലും വരുന്ന കാര്യങ്ങൾ അതിന് കീഴിൽ കൊടുക്കുക. ആ ഹെഡിങ് കൂടി ക്ലിയർ ആകുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത്.
ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എക്സ്പ്ലെയിൻ ദ 3 ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിലിന്റെ 3 നിയമങ്ങൾ പറയണം. നമുക്കറിയാം അതിന് 3 നിയമങ്ങൾ അല്ലെങ്കിൽ 3 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തത് ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ IRS. രണ്ടാമത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ CRS. മൂന്നാമത്തത് ഡിമിനീഷൻ റിട്ടേൺ ടു സ്കെയിൽ അഥവാ DRS. ഇത് എക്സ്പ്ലനേഷനോട് എഴുതുമ്പോഴാണ് നമുക്കതിൻ്റെ മാർക്ക് കിട്ടുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP, AP ആൻഡ് MP. TPയും APയും MPയും തമ്മിലുള്ള അഥവാ ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ പരസ്പരമുള്ള ബന്ധം പറയണം. ഇത് നമ്മൾ വേരിയബിൾ പ്രപ്പോർഷൻ്റെ 3 സ്റ്റേജ് പറഞ്ഞിടത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൻ TP ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് AP ആൻഡ് MP ഓൾസോ ഇൻക്രീസസ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഉയർന്ന തോതിൽ വർദ്ധിക്കുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. വെൻ TP ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് AP ആൻഡ് MP ഡിക്രീസസ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇനി കുറഞ്ഞ തോതിലാണ് വർദ്ധിക്കുന്നതെങ്കിലോ APയും MPയും കുറയുന്നു. വെൻ TP ഡിക്രീസസ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ AP ഡിക്രീസസ്, MP ബിക്കം നെഗറ്റീവ്. ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങുകയാണെങ്കിൽ AP കുറയുന്നതാണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്താകും നെഗറ്റീവായി മാറുന്നു. ഇതാണ് അവ തമ്മിലൊരു പരസ്പര ബന്ധം എന്ന് പറയുന്നത്. വേറിട്ട് പറയുമ്പോൾ വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വേറെ പറയാനുണ്ട്. പക്ഷെ ഒന്നിച്ച് പറയുമ്പോൾ ഉള്ളൊരു ബന്ധം, പരസ്പര ബന്ധം ഇങ്ങനെയാണ്. ഇനി നമുക്കിവിടെ ആൻസർ ചെയ്യാനുള്ളത് 8 മാർക്കിന് ചോദിക്കുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിരവധി തവണ 8 മാർക്കിനും 6 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ ഷെഡ്യൂൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പട്ടിക നിങ്ങൾ വ്യക്തമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ A, കംപ്ലീറ്റ് ദ ഷെഡ്യൂൾ. ഈ ഷെഡ്യൂൾ ഒന്ന് പൂർത്തീകരിക്കുക, പൂരിപ്പിക്കുക. B, ഡ്രോ TFC, TVC ആൻഡ് TC കർവ്സ് ദ സെയിം ഡയഗ്രാം. ഒരേ ഡയഗ്രത്തിൽ TFCയും TVCയും TC കർവും വരയ്ക്കുക. ഇതാ പറഞ്ഞിട്ടുള്ളത്, ഒരേ അക്ഷരത്തിൽ വരയ്ക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്, വരച്ച് പ്രാക്ടീസ് ചെയ്താണ്. എന്നാലും നോക്കാം. ഇതിനകത്ത് ഓരോ കോളം പൂർത്തീകരിച്ചിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഈ ഡയഗ്രാം വരച്ചാൽ കൂടിയാണ് നിങ്ങൾക്ക് 8 മാർക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ആദ്യത്തെ കോളം TFC ആണ്. TFC ഇവിടെ തന്നിട്ടില്ല, പക്ഷേ നമുക്ക് TFC കാണണം. എങ്ങനെ TFC കാണും? ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVC 0 ആയിരിക്കും അല്ലേ? നമ്മൾ ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാമല്ലോ. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVC 0 ആയിരിക്കും. പിന്നെ ആരവിടെ ബാക്കിയുള്ളത്? TC അല്ലേ? അപ്പോൾ TC തന്നെയാണ് എന്ത്? TFC. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. TFC is equal to TC minus TVC. TFC is equal to TC minus TVC. ഇവിടെ TVC 0 TC എന്താണ്? 60 ആണ്. അപ്പോൾ 60 മൈനസ് 0 അല്ലേ? 0. എത്ര കിട്ടുക? 60. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, TFC 60 ആണ്. ഒരു TFC എല്ലാ ഔട്ട്പുട്ടിൻ്റെ കൂടെയും ഒരേ സംഖ്യ തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 6 വരെയുള്ള യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്താണ്? TFC സെയിം ആയിരിക്കും. അപ്പോൾ ഒരിടത്ത് ഒരു കോളത്തിൽ ഇത് കിട്ടിയാൽ മതി, ബാക്കിയുള്ള കോളമൊക്കെ സെയിം സംഖ്യ കൊണ്ട് പൂരിപ്പിക്കാനാവും. അപ്പോൾ നമുക്ക് കിട്ടി 0 മുതൽ 6 വരെയുള്ള ഔട്ട്പുട്ടുകളുടെ TFC എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ഇനി എങ്ങനെ TVC കിട്ടും? വളരെ ഓക്കെയാണ്, ഈസിയാണ്. TVC is equal to TC മൈനസ് TFC. ഇപ്പോൾ 2 കോളം നിങ്ങളുടെ മുമ്പിലില്ലേ? ഒന്ന് TFC കോളവും മറ്റൊന്ന് TC കോളവും. TVC കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? TVC is equal to TC മൈനസ് TFC. TC കോളത്തിൽ നിന്നും TFC കോളം കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? TVC കോളം കിട്ടും. ഓക്കെ അല്ലേ? ഇനി AFC കിട്ടാൻ എന്ത് ചെയ്യണം? നേരത്തെ കിട്ടിയ TFC കോളത്തെ ഔട്ട്പുട്ടിന്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. TFC കോളവും ഔട്ട്പുട്ട് കോളവും പരസ്പരം ഹരിക്കണം. AFC is equal to TFC by Q. AFC is equal to TFC by Q. ഔട്ട്പുട്ട് കോളം AFC കോളത്തെ ഔട്ട്പുട്ട് കോളം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് AFC. AVCയോ നമ്മളിപ്പോൾ പൂർത്തിയാക്കിയ TVC കോളത്തെ ഔട്ട്പുട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണെന്ത്? AVC. TVC കോളത്തെ ഔട്ട്പുട്ട് കോളം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് AVC. AVC is equal to TVC by Q. AVC is equal to TVC by Q. ഇനി AC കർവാണ്. AC ആണ് കാണേണ്ടത്. SAC കാണാൻ 2 രീതിയിൽ കാണാം. AFCയും AVCയും പരസ്പരം കൂട്ടിയാലും നമുക്ക് SAC കിട്ടും. AFC കോളവും AVC കോളവും പരസ്പരം കൂട്ടിയാലും SAC കിട്ടും.
അതേസമയം നമുക്ക് ടി സി കോളത്തെ ടോട്ടൽ കോസ്റ്റിന്റെ കോളത്തെ ഔട്ട്പുട്ടിന്റെ കോളം കൊണ്ട് ഹരിച്ചാലും ടി സി കിട്ടും. അപ്പൊ എ സി is equal to ടി സി ബൈ ക്യൂ, എ സി is equal to ടി സി ബൈ ക്യൂ, അല്ലെങ്കിൽ എ സി is equal to എ എഫ് സി പ്ലസ് എ വി സി, എ സി is equal to എ എഫ് സി പ്ലസ് എ വി സി, എ എഫ് സി കോളവും എ വി സി കോളവും കൂട്ടിയാലും നമുക്ക് എ സി കിട്ടും. ഇനി നമുക്ക് മാർജിനൽ കോസ്റ്റ് ആണ് കാണാനുള്ളത്, അതായത് എസ് എം സി. എസ് എം സി കാണാൻ എന്താണ് വേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടി സി കോളം മാത്രം മതി നമുക്ക് എം സി കാണാൻ. എന്താ ചെയ്യുക? അതിന് കാണാനുള്ള ഇക്വേഷൻ, ഈസി ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് വൺ, ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് വൺ. ആരാ ടി സി എൻ? ടി സി എൻ എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ അവസാനം പറഞ്ഞ ടി സി ആണ്. എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ടി സി ആണ് അല്ലെ. ഇവിടെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ടി സി കോളത്തിലേക്ക് വരാം. ഇപ്പൊ താഴെയുള്ള ടി സി എന്ന് പറയുന്നത് 90 അതിന് തൊട്ട് മുകളിൽ ഏതാണ്? 60. 90 മൈനസ് 60 30. അതാണ് ഒന്നാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള എം സി എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ടി സി 100 തൊട്ട് മുമ്പുള്ളത് 90. അവിടെ എം സിയുടെ കോളത്തിൽ 10 ആയിരിക്കും. ഇങ്ങനെ താഴെയുള്ള ടി സിയിൽ നിന്നും തൊട്ട് മുകളിലെ ടി സി കുറച്ചാൽ നമുക്ക് ആ യൂണിറ്റിന്റെ എം സി കിട്ടും, ആ യൂണിറ്റിന്റെ എസ് എം സി കിട്ടും. ഇതാണ് അതിനുള്ള രീതി. ഇനി നമ്മൾ കർവ് വരക്കണം. ഇവിടെ കിട്ടിയ ടി എഫ് സിയും ടി വി സിയും ടി സിയും വെച്ചുകൊണ്ട് നിങ്ങൾ അതിന് ഡയഗ്രാം വരക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 8 മാർക്ക് കിട്ടുക. ഈ കോളം പൂർത്തിയാക്കുക, അതിനുശേഷം നിങ്ങൾ ആ ചിത്രം വരക്കുക. നേരത്തെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ കാണിച്ച ഒരു ഡയഗ്രാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇതേ രൂപത്തിലായിരിക്കും നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചു വരുമ്പോൾ നമ്മുടെ ഡയഗ്രത്തിന്റെ ഒരു ഫോം അല്ലെങ്കിൽ രൂപം എന്നത്.